കറുത്ത തൊപ്പിട്ട തങ്ങളെ എന്തുകൊണ്ട് പുറത്താക്കാൻ പറ്റുന്നില്ല സമസ്തക്ക്? ഇപ്പൊ മുസ്തഫൈസിനെ കുറിച്ച് പിന്നെ സമസ്ത പുറത്താക്കി. അതേമാതിരിക്ക് ഓരോ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നോ ഇന്നത്തെ തങ്ങളച്ചിട്ട് തങ്ങൾ നീക്കണം, വേറെ തങ്ങൾ നീക്കണം, അത്ര തന്നെ ഉള്ളല്ലോ. അതിന്റെ പേടിക്കണെന്തിനാ? ആരെയാണ് പേടിക്കണത്? തെറ്റ് ചെയ്താലും പിടിച്ച് പുറത്താക്കണം. അത് ആരാലും ശരി, സമസ്തയിൽ ആര് തെറ്റ് ചെയ്താലും പിടിച്ച് പുറത്താക്കണം. എന്തുകൊണ്ട് ചെയ്യില്ല? അതാണ് ചോദ്യം. അതിന് ഉത്തരം എന്താ വെച്ചാൽ, നാട്ടിൽ ഒരു കുത്തുതീർപ്പ് ഉണ്ടാക്കണ്ടെന്ന് സമസ്ത ആലിമീങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നാലും മൂപ്പര് മാറൂല എന്നാണ്. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥലമാണ് പാണക്കാട്. ആ പാണക്കാട് നിന്ന് നമ്മൾ പിടിച്ച് പുറത്താക്കല്ലേ വേണ്ടത്, ഓല് തിരുത്തല്ല വേണ്ടീനെ. അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടോളി, കേൾക്കും, ബേജാറാവണ്ട. അപ്പം നിങ്ങൾ പറയും കുറെ മദർസും പള്ളിയും പോകുന്നു. സമസ്തക്ക് മദർസും പള്ളി ഉണ്ടായിട്ട് എത്ര കാര്യം അത് ഈ കോലത്തിലാണെങ്കിൽ? അതിനെക്കാട്ടി പള്ളി മദർസ് ഇല്ലാതൊക്കെയല്ലേ അല്ലേ? അതിനെ അംഗീകരിക്കുന്ന ഒരു ടീം ഉണ്ടായാൽ മതി, അത്ര മതി. അല്ല കാലാകാലം കുറെ പള്ളിയും മദർസും ഉണ്ട് എന്നും പറഞ്ഞ് ഇവിടെ കുത്തിർന്നിട്ട് എത്ത് കാര്യമാണ്? അത് നിങ്ങൾ ബേജാറാവണ്ട. അതൊക്കെ സമയമാകുമ്പോൾ അത് നടക്കും. അങ്ങനെ വിചാരിക്കുമ്പോൾ അതിനോട് വീട്ടിൽ ഓർത്താക്കല. സമയമുണ്ട്, അതിനൊക്കെ ടൈമില്ലേ. മൂപ്പര് 15 ദിവസം പറഞ്ഞാണ്, സമസ്ത 15 മാസം കാത്തുക്കും. അത് നടപ്പിലാക്കാൻ കഴിയുണ്ടോ ഇല്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയല്ലോ ഈ അടുത്ത്. എന്തേ ഓൽക്ക് കിട്ടി വാക്ക്? നാലാണ്ട് കേട്ടില്ലേ, അടിച്ചു പൊളിച്ച്. അതും കേട്ട് പെരെ പോയതാ. പിന്നെ മുണ്ടാട്ടം തന്നെ ഇല്ല ഒറ്റൊന്നില്ല. മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയ മുഷാവറ തീരുമാനം പുറത്ത് ആര് പോയി പറഞ്ഞാലും ഓലെ പുറത്താക്കുന്ന് ഓലെന്നെ എല്ലാരും കൂടി തീരുമാനിച്ച്. മൂപ്പര് പോയി വെടിവെട്ടിച്ച് ഓലെടുത്ത് പുറത്തേക്കാണ്ടിട്ട്, അത്രേ ഉള്ളു. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ പറഞ്ഞത്, പാണക്കാട്ടെ തങ്ങന്മാരെ നമ്മൾ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുവന്ന ആളുകളാണ്. ഉദാഹരണം പറയും, AP വിഭാഗം ആകെ പറഞ്ഞിന് പാണക്കാട്ടെ തങ്ങന്മാരെ കുറ്റാണ്. സത്യത്തിൽ ഇങ്ങനെ ചെയ്ത ഇപ്പൊ ഈ കാട്ടിക്കൂട്ടണ മാതിരി പഴയ തങ്ങന്മാർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഈ സാദിഖലി ശിഹാബ്, മുനവർ ശിഹാബ് ഇവരൊക്കെ കാട്ടിക്കൂട്ടണ മാതിരത്തെ ഏർപ്പാടുകൾ പാണക്കാട്ട് ഏതെങ്കിലും തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, നമ്മൾ കണ്ടത് അതാണ്. പൂക്കോയത്തങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ തങ്ങന്മാര് ഇതേപോലെ കുത്തിരിഞ്ഞാണ്ട് ദീനിനെതിരുള്ള കാര്യങ്ങൾ പോയാണ്ട് ചെയ്താണ്ട് ന്യായീകരിക്കണം നിങ്ങൾ എവിടെയും കണ്ടതായിട്ട് നിങ്ങൾ പറ്റുമോ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിലവിളക്ക് കൊടുക്കുന്നത് പോലും ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ്. നിലവിളക്ക് കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്തഫൽ ഫൈസി എന്താ പറഞ്ഞത്, പിന്നെ നിലവിളക്ക് ഇങ്ങനെ ആചാരം എന്നുള്ള ആൾക്ക് കൊടുക്കാതെ കൊടുത്തതിനും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വരെ ഉണ്ട് നമ്മളെ പണ്ഡിതന്മാർ. പക്ഷെ അത്തരം സൂക്ഷ്മതയിൽ നിന്നിന ആളാണ് ചെയ്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഈ സാദിഖലി ശിഹാബ് തങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്? ഇതിപ്പോ കുറച്ചു കാലമായിട്ട് തുടങ്ങിയതാണ് ഈ നേതൃത്വം മാറിയതും പക്വത കുറവും. എല്ലാം ഞങ്ങളെ കയ്യിൽ വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സമസ്തയുടെ വഴിക്ക് വിട്ടു കൊടുത്താല് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംസ്ഥയുടെ നിലപാടുകൾ പറയാനും അതിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉണ്ട്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ രാഷ്ട്രീയം പറയാന് സംസ്ഥയിലെ നേതാക്കന്മാര് പോവരുത്. സംസ്ഥയിലെ എല്ലാ വിഭാഗം ആൾക്കാരുണ്ട്, മുസ്ലിം ലീഗിന്റെ ആൾക്കാർ മാത്രമല്ല. നമ്മളവിടൊക്കെ മുസ്ലിം ലീഗിൽ പെട്ട ആൾക്കാരുണ്ട്, കോൺഗ്രസിലുള്ള ആൾക്കാരുണ്ട്, സഖാക്കളുണ്ട്. ഇതിലൊന്നും പെടാതെ നടക്കുന്ന ഒരു പാർട്ടി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ പാർട്ടി സമസ്തയെ മുസ്ലിം ലീഗിൽ കൊണ്ടുപോയി കെട്ടാനും നോക്കരുത്, മുസ്ലിം ലീഗിനെ സംസ്ഥയിലും കൊണ്ടുപോയി കെട്ടാൻ നോക്കരുത്. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ സമസ്തന്റെ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ പണിന് ഇഷ്ടം പോലെ റോഡ് റോഡ്, തോട്, പാലം ഇതൊക്കെ ശരിയാക്കാണ്ട് അതിനെ പറ്റിയിട്ട് ഓല് നോക്കേണ്ടത്. സമസ്തന്റെ കാര്യം അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും അറിയാം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ രാഷ്ട്രീയക്കാർ സമസ്തന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവർ റോഡ്, തോട്, പാലം, വീടില്ലാത്തവർക്ക് വീട്, അതിനാണ് നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ അവരെ ഇതാക്കി വിടുന്നത്. അവരതൊക്കെ നോക്കേണ്ടത് അറിയാം. അവർ ദീനിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമല്ല അറിയാം. സമസ്തയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കണക്കാണ് അറിയാം.
കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും CPM ആയാലും BJP ആയാലും ഒക്കെ ഒരുപോലെ അറിയാം. അല്ല പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടൊന്നും പ്രത്യേക ഒരു ഇതോ സ്നേഹം കൂടുതൽ അങ്ങനെ അതൊന്നും സമസ്തക്കില്ല. സമസ്തയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അറിയാം. അതന്നല്ലേ സമസ്തന്റെ നയങ്ങളും നിലപാടുകളും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞാണ്ട് വോട്ട് പിടിച്ച എന്നിട്ട് ചെല്ലിനോടത്തൊക്കെ പോയിക്കാണ്ട് പ്രസംഗിക്കുക. ആ ദേവിയാണ്, ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുക. അത് പറഞ്ഞാണ് നടക്കും ചെയ്യുക. എന്നിട്ട് അപ്പുറത്ത് പോയിക്കാണ്ട് പിന്നെ ജാറം മൂടാൻ പാടില്ല, മറ്റുള്ള വോട്ട് വാങ്ങുന്ന ആളുകളെ ദീനെ കളിയാക്കിയിട്ടും നടക്കും ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ അർഷിൻ്റെ തണല് കിട്ടിയ പാർട്ടിയാണ്, ഇതിലാണ്ട് ചേർന്നാൽ മതി, നേരെ സ്വർഗത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ചെയ്യുക. ദീന് വിറ്റാണ്ട് ലീഗ് വളർത്തരുത്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ലീഗ് വളർത്തി, അതിന് നമ്മൾ എതിരല്ല. പക്ഷെ ദീന് വിറ്റാണ്ട് നിങ്ങൾ ലീഗ് വളർത്തുന്നത് നമ്മൾ ശക്തമായി എതിർക്കപ്പെടും. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുണ്ടാകരുത്. ദീനിനെ കളിയാക്കണ പരിപാടി ഞങ്ങൾ എടുക്കുന്നത്. പലിശൻ്റെ തലപ്പത്ത് കുത്തർന്നാണ്ട് പലിശക്കെതിരെ സംസാരിച്ചാൽ അങ്ങനെ ശരിയാല് അത് നടക്കുമോ? അത് നടക്കില്ല. അപ്പോൾ ദീൻ ഒഴിവാക്കിയാണ്ടുള്ള പരിപാടിയൊക്കെ നോക്കി, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ വിശ്വാസവും ഇതൊക്കെ മറ്റുള്ള CPM-നും ഇവരൊക്കെ ഉപദേശിക്കുന്നതിന് ആദ്യം നമ്മളെന്ത് ചെയ്യണം? നമ്മളെ വിശ്വാസത്തിൽ ഒരു അടിയറച്ച് നിൽക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവൻ്റെ വിശ്വാസവും മറ്റുള്ളവൻ ചെയ്യണതിനും വിമർശിക്കാൻ. ഓല് ചെയ്യുമ്പോൾ മാത്രം ഈ വിമർശിച്ചാൽ പോരാ. സമസ്ത ദീന് മാത്രമാണല്ലോ പറയണത്. ഈ രാഷ്ട്രീയക്കാർ ഖുർആനോദി ദീന് പറയുമ്പോഴാണല്ലോ കുഴപ്പം. ഷാജിൻ്റെ മായത്തെ ആളുകൾ വന്നുകാണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പിന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുക. വിശ്വാസികളായ ആളുകൾ ജാറം മൂടാൻ പാടില്ല, ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക. അത് ശക്തമായിട്ട് എതിർക്കപ്പെടൂല. അപ്പോൾ ആ എതിർക്കും പറയാം, നിങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കാൻ പോകണത്, നിങ്ങൾ അങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ, നമ്മളെ പാർട്ടിയല്ലേ എന്നറിയും. പാർട്ടിൻ്റെ നിലവാരത്തിൽ നിൽക്കണ്ടേ? എന്തെങ്കിലും തൊള്ളുണ്ടെന്ന് വിചാരിച്ചാണ്ട് തൊള്ള കക്കൂസാക്കിയാണ്ട് ഷാജിൻ്റെ മാതിരി സലാമിൻ്റെ മാതിരി ഇങ്ങനെ വിളിച്ചു പറയാം. എന്നിട്ട് അതിൻ്റെ നേതാക്കളൊക്കെ അങ്ങനത്തെ പൊട്ടന്മാരെ കൊണ്ടുവന്നാണ്ട് പാർട്ടിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് ഇരുത്തല്, അത് ചോദ്യം ചെയ്യപ്പെടൂലേ? ഞങ്ങൾക്ക് മുഖ്യം ഞങ്ങളെ പാർട്ടിയല്ല, ദീനാണ് മുഖ്യം. ദീനിനെതിരെ ആര് പറഞ്ഞാലും ശക്തമായി ഞങ്ങളതിനെതിരെ പ്രതികരിക്കൂലേ? ഷാജിൻ്റെ മാതിരത്തെ ആളുകളും സലാമിൻ്റെ മാതിരത്തെ ആളുകളും സീറ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഓല് കളിക്കുന്ന ഈ കളികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കേട്ടിട്ട് മുണ്ടാക്കണ നമ്മളൊരു പ്രസിഡന്റ് ഉണ്ടല്ലോ മേലെ, എന്താ പറയാത്ത? അങ്ങനെ പറയാൻ പാടില്ല, നമ്മളെ പാർട്ടിക്ക് ക്ഷീണാണെന്ന് പറയാത്ത എന്താണ്? ഷാജിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? അങ്ങനെ പറയാൻ പാടില്ല. സലാം ഇത്ര നേരം സമസ്തനെ കുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് പണക്കാട് തങ്ങൾ പറഞ്ഞോ? അത് തെറ്റാണ്, അങ്ങനെ പറയല്ലേന്ന് പറഞ്ഞോ? എന്താ പറയാത്തത്? എന്നിട്ട് പറയാം അത് പാർട്ടിയല്ല, പാർട്ടിക്കാരങ്ങനെ എന്തും പറയുന്നില്ല. പിന്നെ വിശ്വാസം പറയരുത്. ഞങ്ങൾ പാർട്ടി പുതിയൊരു മതമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയണം. അല്ലാതെ ദീനുൽ ഇസ്ലാം പറയരുത്. അതിനും വേണ്ടിയിട്ട് പിന്നെ ശബ്ദിക്കാൻ നിൽക്കരുത്. സമുദായ പാർട്ടി ആണെന്നും പറയുന്നൊരു സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലായിട്ട് മാറും ചെയ്യാം. ഇതെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. സമുദായത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ട പാർട്ടി, സമുദായത്തിൻ്റെ കൂടെ നിൽക്കേണ്ട പാർട്ടി സമുദായത്തിന് വിരുദ്ധമായിട്ട് പ്രസ്താവനകൾ നടത്തുക. ഇത് കേട്ടിട്ട് പ്രസിഡന്റും ഉണ്ടാക്കുക. എന്നിട്ട് അതിക്കൂടിയ വഹാബിസം വളർത്തുക. ഇത് ചോദിച്ച ഓല് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നമ്മളെ പാർട്ടിയല്ലേ. അത് പറഞ്ഞ ഫാസിസം നമ്മളെ തലൻ്റെ മേലല്ലേ. അപ്പോൾ ഈ പറയണമൊക്കെ എന്താണ്? എന്തിനാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യം? നിങ്ങളോട് ആരാണ് രാഷ്ട്രീയക്കാരോട് ദീന് പറയാൻ പറഞ്ഞത്? ആ ഇവിടെ പറയാൻ പറഞ്ഞ സമസ്തല്ലേ? സമസ്ത നിങ്ങളെ രാഷ്ട്രീയം പറയാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അത് നിങ്ങളെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയം പറയണത്, ദീന് പറയണത്? ഷാജിക്കോട്ട് ഖുർആനോദി കൊണ്ട് അർത്ഥം വെക്കുന്നത് കണ്ടാവും മറ്റേ ഇവിടുന്ന് ബിരുദെടുത്ത് ഇറങ്ങിയ ആളാന്ന് വിചാരിച്ചു. എന്നിട്ട് അടക്കം ഒരു സിനിമ ഡയലോഗും അടിച്ചു. ഓനോട് പറയും മതം വിറ്റിട്ടല്ല പാർട്ടി വളർത്തേണ്ടത്, പാർട്ടി കായികമില്ലത്ത് ഉണ്ടാക്കി തന്ന ഒരു നിലപാടുണ്ട്, ആ നിലപാടിന് വേണം പോകാൻ. മനസ്സിലായോ? അതിന് വേണം മുന്നോട്ട് പോകാൻ, അങ്ങനെ വേണം പോകാൻ. പണ്ഡിതന്മാരെവിടെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്? പണ്ഡിതന്മാർ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങൾ ദീനിൻ്റെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞാണ്ട് നിങ്ങളാണ്ട് പ്രസ്താവന നടത്തുക. നിങ്ങളേറ്റ പൈപ്പുമില്ല, വിവരമില്ല. നിങ്ങളെവിടെയും പ്രതിസന്ധിയിലാവുമ്പോൾ നിങ്ങൾ കാണാൻ മതം പിടിച്ചാണ്ട് കൊടിയും പിടിച്ചു വരുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിൻ്റെ നിലവാരത്തിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകാണ്ടും എല്ലാ സംഘടനയെയും ഉൾക്കൊള്ളുകാണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ തെറ്റിച്ചല്ല വേണ്ടത്. തെറ്റിച്ചാൽ വോട്ട് പോവുക ചെയ്യുക. അത് മനസ്സിലാക്കാനുള്ള അന്തങ്ങൾക്കില്ലേ? നിങ്ങൾ പിന്നെ പണ്ടേ അങ്ങനെ തന്നെയാണ്. രണ്ട് കൂട്ടരെ തെറ്റിച്ചാണ്ട് മുട്ടനാടിന് തമ്മിൽ കുത്തിച്ചാണ്ട് ചെന്നായ ചോര കുടിച്ചിടമായിട്ട് പരിപാടി എടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. നല്ല രാഷ്ട്രീയക്കാർ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പരിപാടി ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതൊന്നും എല്ലാ കാലം വിജയിക്കൂല. അപ്പോൾ ആ വക പരിപാടി എല്ലാവരും ഉൾക്കൊള്ളും. AP ആവട്ടെ, മുജാഹിദ് ആവട്ടെ, അതല്ല രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളും, മുന്നോട്ട് പോയി. അതിൽ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കാണാം, മയക്കങ്ങോട്ട് കിട്ടിയിരിക്കുകയാണെങ്കിൽ ഒന്ന് സമസ്തനെ കുത്തും, അല്ലെങ്കിൽ ഒന്ന് സുന്നിനെ കുത്തും,
നിങ്ങൾക്ക് തൊള്ളി തോന്നിയതൊക്കെ നിങ്ങൾ വിളിച്ചറിയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഭയങ്കര ഞങ്ങൾ ടൈറ്റ് ഇടപെടെ ഇസ്ലാം സംരക്ഷിക്കപ്പെടുന്നത്. അതാണ് പ്രശ്നം. നിങ്ങൾ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മറ്റേ മയക്കുമരുന്നിൻ്റെയും പലിശേൻ്റെയും തലപ്പത്ത് കുത്തർക്കും ചെയ്യുക, എന്നിട്ട് ഇസ്ലാം പറയും ചെയ്യുക. കപട വിശ്വാസികളല്ലേ നിങ്ങൾ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് മതത്തിൻ്റെ ആളുകൾ മതം പറയട്ടെ. രാഷ്ട്രീയമാണ് ജനാധിപത്യമാണെങ്കിൽ ആ രീതിക്ക് നിങ്ങൾ പോയി എത്ര വട്ടം പറഞ്ഞു നിങ്ങളോട്. ഷാജിൻ്റെ പ്രസ്താവനകൾ, സലാമിൻ്റെ പ്രസ്താവനകൾ, ഇതൊക്കെ തന്നെയാണ് പ്രശ്നമായി. ഒരു വിവരമില്ലാത്തതിനെ പറ്റിയാണ് സംസാരിക്കുക. എന്നിട്ട് വലിയ വലിയ മുഷാവറ ആളുകളെയും പണ്ഡിതന്മാരെയും മറ്റേ തെറി വിളിച്ച, എന്നിട്ട് ജനമധ്യത്തിൽ അവഹേളിക്കുക. എന്നിട്ട് വോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് കാൽമക്ക് മുണയാണ്ട് അതൊക്കെ നമ്മളൊക്കെ ഒന്നല്ലേ, സമസ്ത ലീഗൊക്കെ ഒന്നല്ലേ, സുന്നി സമസ്തയൊക്കെ ഒന്നല്ലേ എന്നിങ്ങോട്ട് പറയും ചെയ്യാം. ഇങ്ങനത്തെ ഈ കപട മുഖന്മാരുടെ ആളുകളെ മുന്നിൽ വെച്ചാണ്ട് നിങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് നാടകം കളിക്കാൻ പറ്റും? ഇത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലേ? അത് നിങ്ങളാണ് മതം പറയണത്. മതം പറയണ്ടെന്നല്ല നിങ്ങളോട് പറഞ്ഞത്. മതത്തിൻ്റെ ആളുകളോട് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി. മുഷാവറ അംഗങ്ങൾ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി. അതുണ്ടാവില്ല. നിങ്ങളാണ് മതം പറയുന്ന ആളുകൾ. നിങ്ങൾ എന്തിനു മതം പറയണം? മതം പറയാൻ ഇവിടെ മതത്തിന്റെ പണ്ഡിതന്മാരില്ലേ, അവർ പറയട്ടെ. അവരിൽ തെറ്റുണ്ടാവുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ അതിൻ്റെതായ ആളുകളുണ്ട്, അവർ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ എന്തിനാ മതം പറയണത്? പണ്ടത്തെ ലീഗിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അറിയാം. ഒരു 2000 ഓർമ്മ ശരിയാണെങ്കിൽ 2006 സത്യധാരിയുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ സത്യധാര അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അറിയാം. അന്ന് പറഞ്ഞാല് പണ്ടത്തെ ലീഗ് പറഞ്ഞാല് ഫാത്തിയ തുടങ്ങി ദുആ ചെയ്തിട്ടാണ് ലീഗിന്റെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. 2006 ലീഗ് അമ്മിക്കുട്ടി പോലെ കീഴ്പ്പെട്ടു പോകുന്നതൊക്കെ പാടങ്ങൾ പോകുന്നില്ലേ. അന്ന് സത്യധാരിയിൽ വന്നതാ. ഇപ്പത്തെ ലീഗ് ഡാൻസും, അന്ന് 3 സലാത്ത് എല്ലിട്ടാണ് ലീഗിന്റെ പരിപാടി സമാപിക്കുക. ഇന്നിപ്പോ എന്താ ചെയ്യണത്? ഇന്ന് ഗാനമേളയും ഡാൻസും മറ്റ് കലാപരിപാടികളൊക്കെയാണ് തുടക്കത്തിൽ തന്നെ അങ്ങനെയാണ്, അവസാനിക്കുന്നത് അതിലേറെ. അതാണ് പണ്ടത്തെ ഇപ്പോഴത്തെ ലീഗിന്റെ ക്വാളിറ്റി അറിയാം. ഹൈന്ദവരായ ആളുകളെ മറ്റേ ചതിക്കുന്ന ആളുകളാണ് കൂടെയുള്ള മറ്റേ കമ്മ്യൂണിസ്റ്റിൻ്റെ ആളുകൾ, യുക്തിവാദികൾ. അവർക്ക് എന്ത് അയ്യപ്പന്, എന്ത് സ്വാമി, ഏത് ശിവന്, ഏത് പാർവതി, ഓൽക്കെന്ത്? ഓൽക്ക് ആ കായ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം ഈ വിശ്വാസികൾ എടുത്തുള്ളതെന്നുള്ള വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് ഓല്. അപ്പോൾ ഓല് അത് ഏത് നിലക്ക് മുക്കാൻ പറ്റുന്നേ ഓല് നോക്കുള്ളൂ, ഓല് മുക്കും ചെയ്യും. അതേമാതിരി തന്നെയാണ് ഇപ്പുറത്തുള്ള ഈ വഖഫ് സ്വത്തുക്കൾ വെക്കുന്ന വഹാബികൾ. അതിന് കൂട്ടുന്നു കൊടുക്കരുതെന്ന് ഞങ്ങൾ പറയണത്. അതിലുണ്ട്, അപ്പുറത്തുണ്ട് അതേമാതിരത്തെ ആളുകൾ, ഈ യുക്തിവാദികൾ അംഗീകരിക്കാത്ത ആളുകൾ. അത് അംഗീകരിച്ച ഓനെ സംഖ്യയാക്കി മാറ്റും. CPM എതിർത്ത ഓനെ സംഖ്യയാക്കി മാറ്റും. ഇപ്പുറത്ത് മറ്റേ ഈ വഹാബികളെ എതിർത്തുകയാണെങ്കിൽ ഓനെ മറ്റേ ഇതാക്കി മാറ്റും, ഇസ്ലാം വിരുദ്ധനാക്കി മാറ്റും. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കണത്. ഈ വഖഫ് സ്വത്ത് മുഴുവൻ കട്ടത് വഹാബികളാണ്. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങളോട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ വഖഫ് സ്വത്ത് മുഴുവൻ കട്ടുകൊണ്ടായത് വഹാബികളല്ലേ. കോടിക്കണക്കിന് രൂപേനെ വഖഫ് സ്വത്ത് കട്ടുകൊണ്ടേയില്ലേ. വഹാബികളായ ആളുകൾക്ക് കൂട്ടുന്നു കൊടുക്കല്ലേ ചെയ്തത്. അത് ചെയ്യാൻ പോകണ്ട. അള്ളാഹ് വഖഫ് ചെയ്ത സ്വത്ത് സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിന്റെ കടമല്ലേ. അതേമാതിരി തന്നെയാണ് അപ്പുറത്ത് അയ്യപ്പന്റെ സ്വത്തായാലും മറ്റ് വിശ്വാസികളോട് അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ മങ്ങലേൽപ്പിച്ചിട്ട് അവിടെ ചെമ്പ് കൊണ്ടുവച്ച് സ്വർണം കട്ടുകൊണ്ടേക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അതിലൊരു കൂട്ടം ആളുകൾ, മന്ദബുദ്ധികളായ ആളുകൾ, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിട്ടാണ് ഇതിവിടെ അയ്യപ്പൻ നിലക്കണമെന്നുള്ള വിശ്വാസക്കാരാണ്. ഇവിടെ ലീഗ് ഉണ്ടായതുകൊണ്ടാണ് ഇസ്ലാം നിലക്കണമെന്ന് വിശ്വസിക്കുന്ന കുറേ മന്ദബുദ്ധികളുള്ള മാതിരി. അതാ പറയുന്നത്. അതിനാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വിശ്വാസമില്ലാത്ത ആളുകളെ കയ്യിൽ എങ്ങനെ അത് ഏൽപ്പിക്കാൻ പാടുണ്ടോ? ഓൽക്കെന്ത് ഇത് അയ്യപ്പന്, ഓൽക്കെന്ത് അയ്യപ്പന്റെ സ്വർണം? അത് വിശ്വാസികൾ ഓല വിശ്വാസം അനുസരിച്ച് ഓല ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന സംഗതിയാണ്. അത് ആ വിശ്വാസ ബഹുമാനത്തിൽ വേണം മുന്നോട്ട് പോകാൻ. അതേമാതിരി വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വഹാബികളെ കയ്യിലല്ല കൊടുക്കേണ്ടത്. അത് വിശ്വാസപരമായിട്ട് കൊണ്ടുപോകണം, അവരുടെ കയ്യിൽ വേണം ഏൽപ്പിക്കാൻ. അതുകൊണ്ടാണ് സമസ്തന്റെ കീഴിലുള്ള മദ്രസകളും പള്ളികളൊക്കെ ട്രസ്റ്റ് രൂപത്തിലാണെന്ന് പറയുന്നത്. അത് എപ്പോൾ ചെന്നാലും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മാറിയാലും അവിടെ ഉണ്ടാവും സംഗതി. അതാ വിശ്വാസയോഗ്യത്തോട് കൂടി കൊണ്ടുപോകണം. ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് ദാറുലുദ മുറിച്ച്, അതേമാതിരി വാഫി കോളേജ് മുറിച്ച് ഇതിങ്ങനെ വ്യക്തികളിലേക്ക് കൊണ്ടുപോവാണ്. ജെപിക്കാർ മുമ്പ് മർക്കസിനും വേണ്ടി പോയ മാതിരി. അപ്പൊ ഇത് പറയുമ്പോൾ അത് നിങ്ങൾ പറയാൻ പാടില്ല, അത് അങ്ങനെയാണെന്ന് പറയലല്ല.